ഓക്കെ, ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കുളച്ചൽ യുദ്ധം നടന്നത് 1748 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. ഡച്ച് ഗവർണറായിരുന്ന വാൻഡഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഇവിടെ 2ഉം 4ഉം ശരിയാണ്. ഓക്കെ, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. ഡച്ച് ഗവർണറായിരുന്ന വാൻഡഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അമരാവതി. ഓക്കെ, അടുത്തത്, APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആയിരുന്നു. 2ഉം 3ഉം തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആരാണ്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ്, VP മേനോൻ. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, റൂസോ. ഓക്കെ, കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അഡ്വക്കേറ്റ് K രാജനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പ്രസ്താവന 1, സമ്മർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദശെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൽ ശരിയായ പ്രസ്താവന 2 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിൽ കൂടുതലായി അനുശീലിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, തീവ്ര ഉപജീവന കൃഷി. ഓക്കെ, അടുത്ത ചോദ്യം, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മാസ്കരിൻ ഹൈ. ഓക്കെ, ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയെയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ്? ഉത്തരം പശ്ചിമഘട്ടമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര, താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര, സംയോജക സീമയിൽ രൂപം കൊണ്ടത്. ഉത്തരം ഇവയൊന്നുമല്ല. ഓക്കെ, സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം, ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി ആണ്, CS മീനാക്ഷി. ഓക്കെ, അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1950. ഓക്കെ, WTO നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1995. ലോകബാങ്കിൻ്റെ മറ്റൊരു പേര്? IBRD. ഓക്കെ, IBRD. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ? ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഉത്തരം എല്ലാം ശരിയാണ്. ഓക്കെ,
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ സി ആണ്, ശക്തികാന്ത ദാസ്. ഓക്കെ, അടുത്ത ചോദ്യം. 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ എ ആണ്, നിർമ്മല സീതാരാമൻ. ഓക്കെ, ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ്. ഓക്കെ, 1ഉം 3ഉമാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 1ഉം 2ഉമാണ് ശരി. ഓക്കെ, മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഓക്കെ, അടുത്തത്. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഇവിടെ ശരിയായ പ്രസ്താവന 1 മാത്രമാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിക്ക് ശുപാർശ നൽകാം. ഓക്കെ, ഇവിടെ എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ്. മൗലികാവകാശങ്ങൾക്ക് പുറമെയുള്ള ചില അവകാശങ്ങളാണിവ. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണിവ. 2ഉം 3ഉമാണ് ശരി. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതാണ്? ഓക്കെ, ഇവിടെ 1ഉം 2ഉമാണ് ശരി. ഓക്കെ, ഏക പൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ഓക്കെ, 1ഉം 2ഉം. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. 2ഉം 3ഉം. ഓക്കെ, ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. ഓക്കെ, അടുത്ത ചോദ്യം. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ഓക്കെ, ഇവിടെ എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, കൃഷി. ഓക്കെ, ഇവിടെ 1ഉം 2ഉമാണ് ശരി. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്. ഓക്കെ, ഇത് 2ആണ് വരുന്നത്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓക്കെ, പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരത്തിൽ വരുന്നതാണ്. 1ഉം 2ഉമാണ് ഇവിടെ ശരി. ഓക്കെ, അടുത്തത്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. അതായത് 74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, ഇവിടെ 1ഉം 2ഉമാണ് ശരി. ചെയർപേഴ്സൺ ശ്രീമതി സതി ദേവിയാണ്.
സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പ് രൂപീകൃതമായത് നൽകാനാണ് കമ്മീഷൻ. ഓക്കെ. അടുത്തത്, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ 1, 3 ശരി. എ. ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. ഓക്കെ, ഇത് 2 ശരിയായ പ്രസ്താവനകൾ. അടുത്തത്, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം ശരിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 2023 കോവിഡിനെതിരെയായി വാക്സിൻ വികസിപ്പിച്ചതിന് mRNA വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാറ്റലിൻ കാരിക്കോ. ഓക്കെ. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ സി ആണ്, കുനോ ദേശീയോദ്യാനം. ഓക്കെ. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? ഓക്കെ, ഉത്തരം ശലഭമാണ്. ഓക്കെ, ശലഭം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ഓക്കെ, ഇൻസുലിൻ ഗ്ലൂക്കഗോൺ, കാൽസിറ്റോണിൻ പാരാതെർമോൺ, തൈമോസിൻ തൈറോക്സിൻ. ഇവിടെ ഉത്തരം വരുന്നത് തൈമോസിൻ തൈറോക്സിൻ എന്നതാണ്. ഓക്കെ. അടുത്തത്, കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫാറ്റി ലിവർ. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ജീവകം എ, ഡി, സി, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ജീവകം ബി എയുടെ അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം എ സഹായിക്കുന്നു. ജീവകം കെയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ. മന്ദരോഗമുണ്ടാക്കുന്ന രോഗാണു ഏതാണ്? ഫൈലേറിയൻ വിര, പ്ലാസ്മോഡിയം, ലെപ്റ്റോസ്പിറ, സാൽമോണല്ല. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫൈലേറിയൻ വിര. ഓക്കെ. അടുത്ത ചോദ്യം, എൻസൈമുകളില്ലാത്ത ദഹനരസം ഏതാണ്? ഉമിനീര്, ആമാശയരസം, അഗ്നേയരസം, പിത്തരസം. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഓക്കെ, മീറ്റർ, പ്രകാശവർഷം, കാൻഡില. എല്ലാം ശരി. ഉത്തരം 2ഉം 1ഉം, അതായത് മീറ്ററും പ്രകാശവർഷവുമാണ് ദൂരത്തിൻ്റെ യൂണിറ്റുകൾ. ഓക്കെ. അടുത്ത ചോദ്യം, മഴവില്ലുണ്ടാകുന്നതിന് കാരണം എന്താണ്? പ്രകാശത്തിൻ്റെ വിസരണം, ടിൻഡൽ പ്രഭാവം, പ്രകാശ പ്രകീർണനം, പ്രകാശത്തിൻ്റെ പ്രതിപതനം. ഉത്തരം പ്രകാശത്തിൻ്റെ പ്രകീർണനമാണ്. ഓക്കെ. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m ആണെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? ഉത്തരം വരുന്നത് 0.810 ഇങ്ങനെ വരുന്നത്. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം PSLV C-57. ഓക്കെ. ചന്ദ്രയാൻ ദൗത്യത്തിലെ ലൂണാർ റോവറിൻ്റെ പേര് എന്താണ്? ഉത്തരം പ്രഗ്യാൻ. ഓക്കെ. എന്താണ് കേവല പൂജ്യം ഊഷ്മാവ് എന്ന് പറയുന്നത്? ഉത്തരം -273°C. ഓക്കെ. എക്സ് ബ്ലോക്ക്, പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര് എന്താണ്? ഉത്തരം പ്രാതിനിധ്യ മൂലകങ്ങൾ. ഓക്കെ. അടുത്ത ചോദ്യം, ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ. ഉത്തരം ഹൈഡ്രജനാണ്. ഓക്കെ. അടുത്ത ചോദ്യം, പുതുതായി കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരത്വം ഏതാണ്? ഗ്രാഫൈറ്റ്, കാർബൺ നാനോബഡുകൾ, ഡയമണ്ട്, കോക്ക്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓക്കെ. ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓക്കെ.
ഉത്തരം 1ഉം 3ഉമാണ്. ഓക്കെ, അതായത് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു, അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. ഓക്കെ, അടുത്ത ചോദ്യം. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, ഇതിൽ ഉത്തരം 2ഉം 4ഉമാണ്. അതായത് കാസ്ലിംഗ്, സ്റ്റെയിൽമേറ്റ്, ഇത് രണ്ടുമാണ് ചെസ്സുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. കാളിദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ഏതാണ്? ഓക്കെ, ഉത്തരം മുടിയേറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. കാലക്രമം അനുസരിച്ച് എഴുതുക. ഓക്കെ, ഇവിടെ ഒരുപാട് തന്നിട്ടുണ്ട്. പശ്ചിമോദയം, രാജ്യസമാചാരം, പശ്ചിമധാരക, കേരളമിത്ര. ഓക്കെ, ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1 മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഓക്കെ, അടുത്തത്. കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം മൈക്രോഫോണാണ്. ഓക്കെ, അടുത്തത്. PDF-ൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ സി ആണ്. പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. ഓക്കെ, IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ്? ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ചുള്ള ഇടപാട് ഡിജിറ്റൽ ഫോർമാറ്റിൽ ഔദ്യോഗിക രേഖ സൂക്ഷിക്കുന്നത്, സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്. ഇതാണ് അനുവദനീയമല്ലാത്തത്. ഓക്കെ, താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിൻ്റെ ഉദാഹരണം ഏതാണ്? സഫാരി. ഓക്കെ, സഫാരിയാണ് വെബ് ബ്രൗസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? ഉത്തരം ജെമിനി. ഓക്കെ, ജെമിനിയാണ് പുതിയ AI സംവിധാനം. ഓക്കെ, ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡോയൂറിസം. ഓക്കെ, അടുത്തത്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാര പരിധി എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ശ്രീ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി ആണ്. 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. ഓക്കെ, അടുത്ത ചോദ്യം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ഉത്തരം 6 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, അതായത് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു, 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. ഇവിടെ 2 പ്രസ്താവനയും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ എ ആണ്, മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. ഓക്കെ, അതാണ് ശരി. അടുത്തത്. ഒറ്റയാനെ കണ്ടെത്തുക. ഓക്കെ, ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് ഒന്നാമത്തത് 6 × 6 36 ആണ്. 36 2 കൂട്ടിയാൽ 38 കിട്ടും. ഓക്കെ, അതേപോലെ മൂന്നാമത്തത് 11 × 11 11ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 121 ആണ്. അതിലൂടെ 2 കൂട്ടുമ്പോൾ 123 കിട്ടുന്നുണ്ട്. അതേപോലെ അവസാനത്തത് 15 15ൻ്റെ വർഗ്ഗം 225 ആണ്. അതിലൂടെ 2 കൂട്ടുമ്പോൾ 227 കിട്ടും. അതായത് ഇത് 3ഉം ഒരുപോലെയാണ്. ഇനി ഓപ്ഷൻ ബി, അതായത് 9ൻ്റെ വർഗ്ഗം എന്നുള്ളത് 81 ആണ്. 81ലൂടെ 2 കൂട്ടുമ്പോൾ 83 ആണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ 85 ആണ്. അതുകൊണ്ട് ഇവിടെ ഒറ്റയാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. 168 + 72 ഹരിക്കണം 9 × 3 ÷
2 × 1 + 12/4. ഇവിടെ ആദ്യം ബ്രാക്കറ്റിനുള്ളത് ചെയ്യണം. നമുക്ക് ഈ ബൈ എന്നുള്ളതിൻ്റെ അടിയിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2 × 1 + 12/4. 12/4 എന്ന് പറഞ്ഞാൽ ഉത്തരം 3 അല്ലേ കിട്ടും. അപ്പോൾ 3 കിട്ടും. അപ്പോൾ ബ്രാക്കറ്റിന് ഉള്ളിൽ 1 + 3, 1 3 കൂട്ടിയാൽ 4 എന്ന് കിട്ടും. അപ്പോൾ 2 × 4 ആവും. 2 × 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. അതായത് ഈ ബൈ എന്നുള്ളതിൻ്റെ താഴത്ത് പിന്നെ 8 എന്നാണ് വരിക. ഓക്കെ. ഇനി മുകളിലുള്ളത് 72 ഹരിക്കണം 9 ബ്രാക്കറ്റിനുള്ളിൽ. അത് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ പിന്നെ 3 × 8 ആണ് ഉണ്ടാവുക. 3 × 8 എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പോൾ ഇനി 168 + 24 അത് കൂട്ടിക്കഴിഞ്ഞാൽ 192 കിട്ടും. അപ്പോൾ മുകളിൽ 192 എന്ന് കിട്ടും, താഴെ 8 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ 192/8 എന്ന് പറഞ്ഞാൽ 24 കിട്ടുക. ഓക്കെ. അപ്പോൾ ഉത്തരം 24. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. 6.10, 6.18, 6.25, 6.20, 6.10, 6.20, 6.21, 6.15. ഓക്കെ. ഇതിൻ്റെ മീഡിയൻ കണ്ടെത്തണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 619 മീഡിയൻ. ഓക്കെ. അടുത്ത ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ JUVGR എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഓക്കെ. ഉത്തരം ഓപ്ഷൻ സി ആണ്. OYNPX. ഓക്കെ. അങ്ങനെയാണ് കിട്ടുക. അടുത്തത്, 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? ഓക്കെ. ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 2, 4, 6, 8 അങ്ങനെ പോകുന്നതാണ്. അത് 48 വരെ പറ്റുള്ളൂ, 50 ഉൾപ്പെടില്ല. ഓക്കെ. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 600 കിട്ടുക. ഓക്കെ. അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു, അവൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ മകനാണ്. എങ്കിൽ അനന്തുവും അമൃതയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓക്കെ. ഉത്തരം സഹോദരനാണ്. ഓക്കെ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പേര് മേൽവിലാസത്തോട് തുല്യമായത് ഏതാണ്? മുഹമ്മദ്, അൻസിൽ, സനിയ, മൻസിൽ, റൂർക്കല, 690732. ഇത് എഴുതിയതിന് തുല്യമായി വരുന്നത് ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. ചെറിയ സ്പെല്ലിങ്ങൾ മാറ്റമുണ്ടാവും. അപ്പോൾ ഇതിൽ ശരിയായതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ.